തഹാവൂർ ഹുസൈൻ റാണയുടെ കേസ് അന്വേഷണം എന്താ ഇപ്പോൾ കേൾക്കുന്നില്ലോ? കസ്റ്റഡിയൊക്കെ തീരാറായില്ലേ? കസ്റ്റഡി തീരാറ് 28-ന് 29-ന് ഈ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. 28-നോ 29-നോ. കാരണം 18 ദിവസത്തെ കസ്റ്റഡിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ NIA വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് UAPA കേസായതുകൊണ്ട് 1 മാസം കൂടി കാലാവധി നീട്ടിക്കിട്ടിയേക്കും, കസ്റ്റഡി കിട്ടിയേക്കും. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പുഷ്കറിലും ആഗ്രയിലും മുംബൈയിലും കേരളത്തിലും ഉൾപ്പെടെ കൊച്ചിയിലും ഉൾപ്പെടെ റാണയെ കൊണ്ടുവരണം, ഹുസൈൻ റാണയെ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ തുടക്കം മുതൽ ഇതുവരെ റാണ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലായിരുന്നു. പക്ഷേ റാണയുടെ ഇപ്പോഴത്തെ അവസ്ഥ NIA വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വല്ലാതെ റാണ മാറിയിരിക്കുന്നു. റാണയ്ക്ക് ഭയങ്കര പ്രത്യാശയുണ്ടായിരുന്നു. അമേരിക്കൻ ഭരണഘടനയിലെ 5th അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ 5th അമെൻമെൻറ്റ് പ്രകാരം തനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാമോ എന്ന് നമ്മൾ കൊടുത്ത അഭിഭാഷകരോട് ചോദിച്ചിരുന്നു. അതിന് സമാനമായ വ്യവസ്ഥകൾ ഇവിടെയുമുണ്ട് എന്ന് പറഞ്ഞ് മറുപടിയാണ് കിട്ടിയത്. അതനുസരിച്ച് ഒന്നും പറയാതെ സഹകരിക്കാതെ നിന്ന റാണ ഇപ്പോൾ വല്ലാതെ തകർന്ന മനുഷ്യനായിട്ട് റാണയെ കാണപ്പെടുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. റാണ കസ്റ്റഡിയിൽ പൊട്ടിക്കരഞ്ഞു അത്രേ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 64 വയസ്സായി, എനിക്ക് കുടലിലൊക്കെ കുരുക്കൾ വരുന്ന അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ചികിത്സ വേണം എന്ന് പുള്ളി ആവശ്യപ്പെടുകയും കോടതി അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ഇനി അധികാലം ജീവിച്ചിരിക്കില്ല, എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കണം, അവരെ കാണണം എന്ന് അഭിഭാഷകരോടും NIAയുടെ മുന്നിലും റാണ പൊട്ടിക്കരഞ്ഞതിനെ തുടർന്ന് ഇന്നലെ റാണയ്ക്ക് വേണ്ടി കോടതിയിൽ ഒരപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി കാണണം, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനെങ്കിലും അവസരം ഉണ്ടാക്കിത്തരണം എന്നാവശ്യപ്പെട്ടൊരു ഹർജി ഇന്നലെ ഫയൽ ചെയ്തു. ആ ഹർജിയിൽ നാളെ 23-ാം തീയതി NIA മറുപടി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഒരു വലിയ ഭീകരൻ, കൊടുംഭീകരൻ, രാജ്യാന്തര ബന്ധമുള്ള, പാകിസ്ഥാനിലെ സൈനിക പരിശീലനം കിട്ടിയ പാകിസ്ഥാൻ ആർമി ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ്. അത് പിന്നീട് പാകിസ്ഥാനിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കവർ ഏജൻ്റായി കനേഡിയൻ പൗരത്വം സ്വീകരിച്ച് അമേരിക്കയിൽ പ്രവർത്തിച്ചു. ഇന്ത്യയിൽ വന്നിട്ട് ഈ മുംബൈ ഭീകരാക്രമണം എന്ന് പറയുന്ന ഏറ്റവും ക്രൂരമായ ഭീകരാക്രമണം പ്ലാൻ ചെയ്ത് സുരക്ഷിതനായി അമേരിക്കയിൽ കഴിഞ്ഞ, ഇനി ഒരു കാലത്തും തനിക്ക് ഈ കേസിൽ തന്നെ ആരും വേട്ടയാടാൻ, ചോദ്യം ചെയ്യാൻ വരില്ല എന്ന് കരുതിയിരുന്ന റാണ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇന്ത്യയിലേക്ക് കൈമാറപ്പെടും എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അതിപ്പോൾ നമ്മുടെ സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ള, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള, ട്രംപും വന്ന അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അയാളെ ഇങ്ങോട്ട് തിരിച്ചയക്കാനുള്ള നീക്കം ഉണ്ടായത്. അങ്ങനെ തിരിച്ചയച്ചിവിടെ വരുമ്പോൾ പോലും എനിക്കിതൊന്നും പറയേണ്ടി വരത്തില്ല. അമേരിക്കയിലാണെങ്കിൽ ഈ 5th അമെൻമെൻറ്റിൻ്റെ പരിരക്ഷയുണ്ട്, ഒരു ചോദ്യത്തിനും മറുപടി പറയാതിരിക്കാനുള്ള അവകാശമുണ്ട്, ഇന്ത്യയിലും അത് ഉറപ്പാക്കാം എന്ന് കരുതിയിരുന്ന റാണ കസ്റ്റഡിയിലായി 2ാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴത്തേക്കും അടിമുടി തകർന്ന ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഭീകരനായ കുറ്റവാളിയെ കിട്ടിയ അയാളെ തല്ലിയും കെട്ടിത്തൂക്കിയൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ വളരെ സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ ഫലമായി റാണ ഒരു ഇന്നലെ കണ്ട റാണയല്ല ഇപ്പോഴത്തെ റാണ. മെരുങ്ങിന്നല്ല, തകർന്നു തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണണം, കുഞ്ഞുങ്ങൾ കരയത്തില്ല, എനിക്ക് എൻ്റെ അച്ഛനെ കാണണേ, എൻ്റെ അമ്മയെ കാണണേ എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ വീട്ടുകാരോട് സംസാരിക്കണം, അവരെ കാണണം, കുറഞ്ഞ പക്ഷം അവരോട് ടെലിഫോണിലെങ്കിലും സംസാരിക്കാൻ എനിക്ക് അനുമതി വേണമെന്ന് അഭിഭാഷകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു എന്നാണ് വിവരം. അതനുസരിച്ചാണ് ഇന്നലെ അപേക്ഷ ഫയൽ ചെയ്തത്. കോടതി അത് പരിഗണിച്ചിട്ട് നാളെ 23-ാം തീയതി അതിന് മറുപടി പറയാൻ NIAയുടെ നിലപാട് എന്താണെന്ന് അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ NIA ഒരു പക്ഷേ NIA പറയാൻ പോകുന്നതും ഒരു സൈക്കോളജിക്കലായിട്ടുള്ള നിലപാടായിരിക്കും. കാരണം നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കിത്തരാം, ടെലിഫോണിൽ സംസാരിക്കാം, ഇനി വേണമെങ്കിൽ അവരെ കാണാൻ അവസരം ഉണ്ടാക്കിത്തരാം എന്ന് പോലും പറയും. പക്ഷേ പകരം എന്ത് തരും പകരം? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ NIAയുടെ ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന്, ടെറർ അറ്റാക്കിൻ്റെ പ്ലോട്ട്. നമ്മൾ ബോംബെ കണ്ടത് മാത്രമല്ല, വേറെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്ലോട്ട്? നിങ്ങൾ കേരളത്തിൽ വന്നിരുന്നു, കേരളത്തിൽ പ്ലാൻ ഉണ്ടായിരുന്നു, ആഗ്രയിൽ പോയി, ആഗ്രയിൽ നിങ്ങൾ താജ്മഹലിനെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നു. താജ്മഹൽ എന്ന് പറഞ്ഞാൽ ഒരു ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ ഉയർത്തിക്കാട്ടുന്നതാണ്. അവിടെ ആയിരക്കണക്കിന് സന്ദർശകർ വരും. അവിടെ ഒരു ബോംബ് സ്ഫോടനം നടത്തിയാൽ, ഒരു ആക്രമണം നടത്തിയാൽ അവിടെ ഒരുപാട് പേരെ കൊല്ലാൻ പറ്റും. അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റും താജ്മഹലിൽ ഒരു ആക്രമണം നടത്തിയാൽ. പിന്നെ പുഷ്കറിൽ പോയിരുന്നു, മുംബൈയിൽ വേറെ സ്ഥലങ്ങൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്നു, കേരളത്തിൽ എന്തിനാണ് വന്നത്? പിന്നെ ISI എന്തു പങ്കാണ് ഇതിനകത്ത് വഹിച്ചിട്ടുള്ളത്? ഹെഡ്ലി, ദാവൂദ് ഗിലാനി എന്ന് പറയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായിട്ടുള്ള കൂടുതൽ ഇടപാടുകളുടെ കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ കേരള കണക്ഷൻ ഇപ്പോൾ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ വരുമ്പോൾ റാണയുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അത് റാണയുടെ ഭാര്യയാണെന്ന് ചില മാധ്യമങ്ങളിൽ വന്നെങ്കിലും ഭാര്യ അല്ല എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആരായിരുന്നു കേരളത്തിൽ വെച്ച് കണ്ട ആ സ്ത്രീ? ഈ റിട്ടയേർഡ് ജഡ്ജി എന്ന് പറയുന്ന ഒരാളുമായി കണ്ടിട്ടുണ്ട്.
അയാളുമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. 16ഓളം ഫോൺ സന്ദേശങ്ങൾ കൊച്ചി താജ് ഹോട്ടലിൽ നവംബർ 16 വന്ന് 17 ചെക്ക് ഔട്ട് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് 16ഓളം കേരള നമ്പറുകൾ റാണ സംസാരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ റാണയെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുവരും. അപ്പോൾ റാണ ഒരു തരത്തിലും കൂസാതെ പതറാതെ ഉരുക്ക് മനുഷ്യരെ പോലെ നിന്ന റാണയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. മാറ്റം ഉണ്ടാകുന്ന വെച്ചാൽ റാണ പൊട്ടിക്കരഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും മനുഷ്യരെ കൊന്ന് അവരുടെ മാംസവും ചോരയും ചിതറിക്കിടക്കുന്ന തെരുവുകളെല്ലാം നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ആസൂത്രണം ചെയ്ത ആളാണ് റാണ. അയാൾക്ക് വലിയ ചാഞ്ചല്യം വന്നിരിക്കുന്നു, അയാളുടെ മനസ്സുലഞ്ഞു. ഇനിയിപ്പോൾ കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് റാണയെ പരുവപ്പെടുത്താൻ NIAക്ക് കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരാനിരിക്കുന്നുള്ളൂ. ഏതായാലും റാണ തൻ്റെ ബന്ധുക്കളെ കാണണം എന്ന് പറഞ്ഞ് അയാൾ മാനസികമായി തകർന്നു കഴിഞ്ഞു എന്നാണ്. ഇനിയിപ്പോൾ തകർന്ന ഒരു മനുഷ്യരിൽ നിന്ന് ഇത് ചോർത്തിയെടുക്കാം. ഒപ്പം തന്നെ ഇപ്പോൾ അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ബന്ധുക്കളെ കാണണം എന്നുള്ളത് ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെ. ശരി, ബന്ധുക്കളെ കാണാം, വിലപേശലാണ്, കാണിക്കണമെങ്കിൽ നിങ്ങളുടെ ഇന്ന കാര്യങ്ങൾ കിട്ടണം എന്ന തരത്തിലേക്ക് അന്വേഷണം മാറുമെന്നാണ് പറഞ്ഞത്. ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തു വരുന്നത് 2010 ഫെബ്രുവരി 3 പൂനെയിലെ ജർമ്മൻ ബേക്കറിയിൽ ഒരു സ്ഫോടനമുണ്ടായി. 17 പേർ, 5 വിദേശികൾ ഉൾപ്പെടെ 17 പേരാണ് പൂനെയിലെ ജർമ്മൻ ബേക്കറി സ്ഫോടനത്തിൽ ഫെബ്രുവരി 13, 2010 മരിച്ചത്. ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ഉണ്ട്. കാരണം കൊറേഗാവ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ജർമ്മൻ ബേക്കറി ഉള്ളത്. അവിടെ നിന്നൊരു 300 മീറ്റർ സ്ഫോടനം നടന്ന ജർമ്മൻ ബേക്കറിയിൽ നിന്നൊരു 300 മീറ്റർ മാറിയാൽ ഓഷോയുടെ കമ്മ്യൂൺ, ഓഷോ ഇൻ്റർനാഷണൽ മെഡിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഓഷോയുടെ കമ്മ്യൂണാണ്. ഓഷോ കമ്മ്യൂണിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ ധ്യാനത്തിനും മറ്റുമായി വരുന്നു. ഓഷോ അവിടെയല്ല, അമേരിക്കയിൽ നിന്ന് പോകുന്നതിന് ശേഷം ഓഷോ കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഷോ അവിടെ ഉണ്ടായിരിക്കുന്ന ആ സ്ഥലം, അതുകൊണ്ടാണ് ഈ കൊറേഗാവ് എന്ന് പറയുന്ന പൂനെയിലെ ഏറ്റവും സമ്പന്നമായ ഒരു സ്ഥലമാണ്. ഈ കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിനകത്ത് 3 ഭാഗങ്ങളായിട്ടാണ് ഓഷോ കമ്മ്യൂൺ പൂനെയിലെ കൊറേഗാവ് പാർക്കിനടുത്തുള്ള ഈ ഓഷോ കമ്മ്യൂണിനുള്ളത്. അവിടെ 3 പീസിലുണ്ട്. അതിനകത്തൂടെ 2 റോഡുകൾ കടന്നു പോകുന്നുണ്ട്. ഈ 2 റോഡുകൾ കടന്നു പോകുന്ന ഇതൊരു വളരെ തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. അവിടെ വിദേശത്ത് നിന്ന് അവിടെ എൻട്രിയൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ID കാർഡെല്ലാം കൊടുക്കും. പിന്നെ ID കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കയറിപ്പോകും. അപ്പോൾ ആർക്കും വന്ന് കയറാവുന്ന സ്ഥലമല്ല. അവിടെ ഓഷോ ഉണ്ടായിരുന്നു. ഓർക്കണം, 2010 സമയത്ത് ലോകത്തെമ്പാടുമുള്ള വിദേശികളുണ്ട്. വിദേശികൾ വന്ന് അവിടെ താമസിക്കാൻ വേണ്ടി ഒരു 4 സ്റ്റാർ സൗകര്യമുള്ള ഒരു താമസ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ സ്വതന്ത്രമായി ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടെ ആളുകൾ, വിദേശികളൊക്കെ വിഹരിക്കും. പൂനെ ജർമ്മൻ ബേക്കറി സ്ഫോടനം ഈ ബോംബെ ഭീകരാക്രമണത്തിൻ്റെ തുടർച്ചയായിട്ട് നടന്നതാണ്. അതിനുശേഷം വലിയൊരു സെക്യൂരിറ്റി അലർട്ട് ഉണ്ടായപ്പോൾ ഈ ഓഷോ കമ്മ്യൂണിറ്റി സെൻറ്ററിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ചില ഫുട്ടേജുകൾ കിട്ടി. ആ ഫുട്ടേജിനകത്ത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ദാവൂദ് ഗിലാനി ഓഷോയുടെ ഈ സെൻറ്ററിൽ വന്ന് കണ്ടെത്തിയിട്ടുണ്ട്. താമസിച്ചതായി ഈ കമ്മ്യൂൺ അധികൃതർ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് ഉടൻ തന്നെ സംഭവിച്ചെന്ന് പോലീസായി അങ്ങ് പറഞ്ഞു. സുരക്ഷാ സേനകൾ വന്നു. അവിടെ സുരക്ഷാ കവാടങ്ങൾ ഉണ്ടാക്കി, സെക്യൂരിറ്റി പോസ്റ്റുകൾ ഉണ്ടാക്കി, യന്ത്രത്തോക്കുമായി പോലീസ് കാവൽ നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. എന്തിനാണ്? പൂനെ സ്ഫോടനത്തിന് തൊട്ടു മുമ്പ്, മുംബൈ സ്ഫോടനം കഴിഞ്ഞ് കഷ്ടിച്ചൊരു 1.5 വർഷം കഴിയുമ്പോഴാണ് പൂനെ സ്ഫോടനം ജർമ്മൻ ബേക്കറി സ്ഫോടനം ഉണ്ടാകും. പൂനെ സ്ഫോടനം എന്നല്ല, ജർമ്മൻ ബേക്കറി സ്ഫോടനം എന്ന് പറയുന്നത്. ഈ ജർമ്മൻ ബേക്കറി സ്ഫോടനത്തിന് തൊട്ടു മുമ്പ് എന്തിന് ദാവൂദ് ഗിലാനി, കോൾമാൻ ഹെഡ്ലി അവിടെ വന്ന് താമസിച്ചു? ഇവർ രണ്ടും ഇരട്ട മക്കളെ പോലാണ്. ആര്? റാണയും ഹെഡ്ലി. ഇവർ പരസ്പരം അറിഞ്ഞാണ് എല്ലാം പ്ലാൻ ചെയ്തത്. അങ്ങനെയുള്ള ഹെഡ്ലി എന്തിനാണ് ഓഷോ സെൻറ്ററിൽ, ഓഷോ കമ്മ്യൂണിൽ, അവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ടാവും, അവിടെ വന്ന് താമസിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട്. ഒരു പക്ഷേ ജർമ്മൻ ബേക്കറി സ്ഫോടനത്തിനു പകരം ഓഷോ കമ്മ്യൂണിൽ ഓഷോ കമ്മ്യൂൺ ആൻഡ് മെഡിറ്റേഷൻ സെൻറ്ററിൽ ഒരു ബോംബ് സ്ഫോടനം പ്ലാൻ ചെയ്തിരുന്നോ എന്നൊരു ചോദ്യം പോരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി റാണയിൽ നിന്ന് കിട്ടാനുള്ള ചോദ്യങ്ങൾ റാണയുമായി തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഏതായാലും രാജ്യത്ത് മുംബൈ ഭീകരാക്രമണം മാത്രമല്ല
റാണയും ഹെഡ്ലിയും ചേർന്ന് നടത്തിയത്. തുടർ സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്തു. അതിൻ്റെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായിരുന്ന ഒരാക്രമണമാണ് ജർമ്മൻ ബേക്കറി സ്ഫോടനമെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിലും ഹെഡ്ലിയുടെ സാന്നിധ്യമുണ്ട്. അതിലും റാണയ്ക്ക് മനസ്സറിവുണ്ടോ എന്നറിയണം. പിന്നെ റാണ പോയ സ്ഥലങ്ങൾ, റാണയും ഹെഡ്ലിയും വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലങ്ങൾ കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിൽ എന്തായിരുന്നു പദ്ധതി? അതും വളരെ നിർണായകമാണ്. ഏതായാലും റാണ ഇപ്പോൾ മാനസികമായി തളർന്ന് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തരത്തിൽ നിലവിളിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത് കൊണ്ട് പുതിയ വിവരങ്ങൾ റാണയിൽ നിന്ന് കിട്ടുകയും പുതിയ തരത്തിൽ ഒരുപക്ഷെ ജർമ്മൻ ബേക്കറി സ്ഫോടന കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ റീഓപ്പൺ ചെയ്യപ്പെടുകയും പുതിയ അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.